നമസ്കാരം ഗ്ലോബൽ മെയിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 31 മാർച്ച് 2020 മുതലുള്ള കാലഘട്ടത്തിൽ യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് IH സർചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യം, അന്ന് മുതൽ ഇന്ന് വരെ പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അത് സ്റ്റുഡൻറ്റ് വിസയിലായിക്കോട്ടെ, ഡിപ്പെൻഡൻറ്റ് വിസയിലായിക്കോട്ടെ, മറ്റേത് വിസയിലായിക്കോട്ടെ, അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ IH സർചാർജിൻ്റെ റീഫണ്ട് ഗവൺമെൻറ് തരും. പലർക്കും അതറിയാം, പലർക്കും അറിയാത്തവരുണ്ട്. ഇപ്പോഴും മാസം, അതായത് 6 മാസം കൂടി ഇരിക്കുക ഒരാൾക്ക് 300 പൗണ്ട് പ്ലസ് എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് IH സർചാർജ് മേടിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെഡിറ്റേറിയുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യു കെയിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വർക്കർ വിസയിൽ വരുന്ന നേഴ്സസ് ആയിക്കോട്ടെ, സോഷ്യൽ കെയർ വർക്കേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് കെയർ സെറ്റിങ്സിലോ അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും IH സർചാർജ് ഇല്ല. അവർക്കൊരു വിസ അടിച്ച് യു കെയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ടാർ 2 വിസ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കർ വിസ അടിച്ച് യു കെയിലേക്ക് വരുമ്പം അവർക്ക് IH സർചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് IH സർചാർജ് 0 എന്ന് തന്നെയാണ് ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ കാണിക്കുന്നത്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസ എടുക്കുന്ന ആളുകളുടെ കേസിലോ സ്ഥിതി അങ്ങനെയല്ല. അവരുടെ IH സർചാർജ് അവർ ഓൾറെഡി ആദ്യം തന്നെ അടയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 2000 പൗണ്ടോളം 2 വർഷത്തേക്ക് വിസ ആപ്ലിക്കേഷൻ ഫീസും IH സർചാർജുമായിട്ട് അടച്ചിട്ടായിരിക്കും പല സ്റ്റുഡൻസും ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ റൂള് പ്രകാരം ഈ ജനുവരി 2024 മുതൽ PSW അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് അതിന് മുകളിൽ ഏകദേശം 2000 പൗണ്ടോളം അവരുടെ IH സർചാർജ് മാത്രം തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ IH സർചാർജുകൾ വേരി ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഗവൺമെൻറ്റിന് അടച്ചത്, ആ എമൗണ്ട് 6 മാസം, അത് 2 വർഷത്തേക്ക് അടയ്ക്കുന്നതെങ്കിൽ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ എമൗണ്ട് എല്ലാ 6 മാസം നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ടായിട്ട് ഗവൺമെൻറ് തരും. പക്ഷേ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത്. സോഷ്യൽ വർക്കർ, സപ്പോർട്ട് വർക്കർ, കെയർ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ഫീൽഡിൽ കൂടുതലും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കോ ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് യുകെയുടെ ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി റെഫർ ചെയ്ത ഗവൺമെൻറ് ഓഫ് യുകെയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കയറി, ആ ലിങ്കിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എൻ്റെ ആപ്ലിക്കേഷൻ വെക്കാനുള്ള സ്ഥലമെല്ലാം കാണും. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് എൻട്രി റിക്വയർമെൻറ്റ്, രണ്ടാമതായിട്ട് എന്തൊക്കെയാണ് ആപ്ലിക്കേഷന് വേണ്ടി വേണ്ടതെന്നുള്ളതാണ്. എൻട്രി റിക്വയർമെൻറ്റ് വളരെ സിമ്പിളാണ്. NHSനോ അല്ലെങ്കിൽ CQC കൺട്രോൾഡ് ആയിട്ടുള്ള കെയർ ക്വാളിറ്റി കമ്മീഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെക്ടറിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതും 20 hours, അതായത് വീക്കിലി 16 hours പ്ലസ് എങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് 16 മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വേണ്ട ഒരു മേജർ എൻട്രി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും ഈ പറയുന്ന സെക്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ 6 മാസം പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യം 6 മാസം നിങ്ങൾ ഈ ഒരു കെയർ സെക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രൂഫ് വേണം. നിങ്ങൾ ലാസ്റ്റ് 6 മാസത്തിനകത്ത് 28 ദിവസത്തിൽ കൂടുതൽ അൺഎംപ്ലോയ്ഡ് ആയിട്ട് ാണെങ്കിലോ അൺപെയ്ഡ് ലീവിലാണെങ്കിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കറൻ്റ്ലി നിങ്ങളൊരു കെയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ കറൻ്റ്ലി എംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഈ സാധനത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് എൻട്രി റിക്വയർമെൻറ്റ്സ്. എൻട്രി റിക്വയർമെൻറ്റ്സ് വളരെ സിമ്പിളാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് കെയറേഴ്സായിട്ട് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും ഈ റീഫണ്ട് മേടിക്കാം. ഹസ്ബൻഡും വൈഫും ഒക്കെ ഒരുമിച്ച് കെയറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. അവർക്കെല്ലാം 6 മാസം കൂടുമ്പം ഒരാൾക്ക് നിയർലി 300 പൗണ്ട് പ്ലസ് ആ ഒരു റേഞ്ചിൽ 2 പേർ കൂടെ എല്ലാ 6 മാസം കൂടുമ്പോഴും 600 പൗണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പം ലാസ്റ്റ് 6 മാസത്തെ മാത്രമല്ല, നമ്മൾ വന്ന സമയം മുതലുള്ള വേണമെങ്കിലും ഇപ്പോൾ ക്ലെയിം ചെയ്യാം. അപ്പം ക്ലെയിം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ നമുക്ക് വേണം. ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. അപ്പോൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ IHS റെഫറൻസ് നമ്പർ, നമ്മൾ ആദ്യം IHS അടയ്ക്കുമ്പോൾ നമ്മുടെ IHSന് ഒരു നമ്പർ തരും. ആ നമ്പർ നമുക്ക് വേണം. അപ്പം അത് നമ്മുടെ ഇമെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇമെയിലാണോ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുള്ളത് ആ ഒരു നമ്പർ നമുക്ക് ആദ്യം വേണം. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ NI നമ്പറാണ്, നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ. അപ്പോൾ അവർക്ക് നമ്മുടെ NI നമ്പർ റെഫർ ചെയ്താൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റും. കാരണം എല്ലാ പേ സ്ലിപ്പുകളും NI ത്രൂ തന്നെയാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NI എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ അവർക്ക് റെഫറൻസ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ NI നമ്പർ മാൻഡേറ്ററി ആണ്. പിന്നെ വേണ്ടത് നമ്മുടെ ഇമെയിൽ ID ആണ്. കാരണം നമ്മൾ ഇമെയിൽ ID ത്രൂ
ആണല്ലോ ഈ IHS സർചാർജ് എല്ലാം നമ്മുടെ ഇമെയിലാണല്ലോ റെഫറൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇമെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അതുകൂടാതെ നമ്മുടെ എംപ്ലോയറിൻ്റെ നെയിമും കൊടുക്കണം. അപ്പോൾ ഏത് എംപ്ലോയറിൻ്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് എന്നുള്ള എംപ്ലോയറിൻ്റെ നെയിം കൊടുക്കണം. അതുകൂടാതെ ലാസ്റ്റ് 6 മാസത്തെ പേ സ്ലിപ്പ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വീക്കിലി 16 മണിക്കൂർ എങ്കിലും മിനിമം വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ സാധനത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് സിക്ക് ലീവോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി സിക്ക് ലീവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെറ്റേണിറ്റി ലീവോ പെറ്റേണിറ്റി ലീവോ അല്ല ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത അൺപെയ്ഡ് ലീവുകളൊന്നും ഇതിനിടയ്ക്ക് ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 16 അവേഴ്സ് പ്ലസ് എങ്കിലും പെർ വീക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. അപ്പോൾ എലിജിബിൾ ആണെങ്കിൽ വളരെ സിമ്പിൾ പ്രോസസ് ആണ്. ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികം താമസമൊന്നുമില്ല. കുറച്ച് ഒരു ഡ്യൂ പീരീഡിനുള്ളിൽ തന്നെ അവരത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പറയുന്ന എമൗണ്ട് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. അപ്പം തീർച്ചയായിട്ടും അറിയാവുന്ന ആളുകളുണ്ട്, വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ബെനിഫിറ്റ്സ്, അതായത് ഈ റീഫണ്ട് തിരിച്ച് മേടിച്ച് അത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകൾ പണ്ട് മുതലേ 2020 മുതലൊക്കെ KRS ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ പല ആളുകളും അത് ക്ലെയിം ചെയ്യാതിരിക്കുമ്പം തീർച്ചയായിട്ടും അന്ന് മുതലുള്ള പേ സ്ലിപ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, പേ സ്ലിപ്പ് അവൈലബിൾ ആയിട്ടുള്ള കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് മുതലുള്ള റീഫണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പം ഇതുവരെ ക്ലെയിം ചെയ്യാത്ത ആളുകൾക്ക് ഒരുമിച്ച് ക്ലെയിം ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒരു 2000-3000 എമൗണ്ടൊക്കെ ഒറ്റയടിക്ക് കൈ കിട്ടും. കാരണം PSWൻ്റെ സമയത്തും സ്റ്റുഡൻറ്റ് വിസയുടെ സമയത്തൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പേ സ്ലിപ്പും അതേപോലെ നിങ്ങളുടെ IHSൻ്റെ റെഫറൻസ് നമ്പറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്ടറിൽ സപ്പോർട്ട് വർക്കറായിട്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ സീനിയർ കെയറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള IHS സർചാർജിൻ്റെ റീഫണ്ട് കിട്ടുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ പരിചയക്കാരോ ആരെങ്കിലും ഇതുപോലെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർ UK-യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നല്ലൊരു എമൗണ്ട് റീഫണ്ട് അവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെനറ്റിനുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഒരു വീഡിയോയിൽ കാണാം. ഇന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.